ഒരുപാട് സ്നേഹത്തോടെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാലക്കാട്ട് നിന്ന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരും കുട്ടികളൊക്കെയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കുടുംബത്തിലേക്ക്. കുറച്ച് സമയം നമുക്ക് അങ്ങോട്ട് ചിരിക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ചിരിച്ചേട്ടാൻ, മണിക്കുട്ട. നമസ്കാരം. എന്തൊക്കെയുണ്ട് മണിക്കൂട്ട? കുറെ നാളായി. എന്തൊക്കെയാണ് വിശേഷം? ഞാൻ US ട്രിപ്പിലായിരുന്നു കഴിഞ്ഞ. അപ്പൊ അവിടെ ചെന്നപ്പോ അറിയാൻ സാധിച്ചത് സത്യമാണ് ജീവ, നമ്മുടെ ഇത് ഐറ്റം വേറെക്ക് അവിടെ ഒരു വലിയ ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. പല സ്റ്റേജുകളിൽ ചെല്ലുമ്പോഴും അവര് ഐറ്റം വേറെയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, പല ടീമുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ പുതിയതായിട്ട് വന്നിട്ട് പല ടീമുകളെയും കുറിച്ച് ചോദിക്കുന്നുണ്ട്. വലിയ അഭിമാനം തോന്നി, വലിയ സന്തോഷം തോന്നി. വർക്കിന്റെ സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുക്കിങ്ങിന്റെ ഒക്കെ ഇടയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മുടെ ഷോസ് പോകുന്ന ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. അത് നേരിട്ട് യുഎസിൽ പോയി നമ്മൾക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ടുന്ന മണിക്കൂട്ടർ ഒരു നല്ല കൈയടി. തിരിച്ചേട്ടാ, നല്ല കണ്ണാടി. എപ്പോഴും നമ്മൾ ഓരോ സ്കെഡ്യൂൾ കഴിയുമ്പോഴേ ചിലപ്പോൾ ചിലർ ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലോ ആവും. കഴിഞ്ഞ തവണ വന്നതിൽ ആ ഫീമെയിൽ സൗണ്ടിൽ പാടുന്ന ഒരു പയ്യനുണ്ട്, സയനോര വരെ നമ്മൾ വിളിച്ചു. എന്നിട്ട് ഒരുപാട് പേര് അവന്റെ നമ്പർ ചോദിച്ചു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇവൻ ബ്ലൂം ചെയ്യാൻ പോണെന്നുള്ളത്. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. നമ്മളും അതിന് സാക്ഷ്യം വഹിച്ചല്ലോ. നമ്മൾ അവിടെ സെൻസ് ചെയ്തിരുന്നു ഇവൻ കയറി വരും എന്നുള്ളത്. അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു എന്നുള്ളത്. ഒരാളുടെ ലൈഫ് ഒരു ദിവസം കൊണ്ട് ഒരു എപ്പിസോഡ് കൊണ്ട് മാറുന്നതും കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഐറ്റമേറിലൂടെ. അത് നമ്മളെ സംബന്ധിച്ച് സന്തോഷം. എന്നാ പിന്നെ ഇന്ന് ഒരു ലോഡ് സ്കിറ്റുമായിട്ട് നമ്മുടെ പിള്ളേർ റെഡിയാണ്. എന്നാ പിന്നെ വിളിക്കട്ടെ. അതുലുണ്ട്, അമലുണ്ട് കൂടെ. ഇവരെ നയിക്കാൻ മണിക്കൂട്ടൻ ചേട്ടൻ. ഞങ്ങളെ പ്രാകാതെ പൊന്നു സാറേ പെട്ടുപോയതാ കട്ടിയുള്ളൊരാ പുസ്തകം കാട്ടാതെ. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാനിവിടെ കിടന്ന് പണി വന്നു. അല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ പണി ചെയ്യുക എന്നതിലുപരി പ്രധാനപ്പെട്ടതാണ് പണി ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ CCTV ക്യാമറകളെ തോന്നിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് സാലറി കയറത്തുള്ളൂ. ദൈവമേ, ഒരു പ്രഭാതമായിട്ട് നല്ലൊരു തുടക്കാവണേ. തുടങ്ങിയില്ലോ. ഹലോ, ഞാൻ കുഞ്ഞിക്കണ്ണനാണ്. നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? പാട്ടി കുഞ്ഞിക്കണ്ണ, അടിച്ച് നിന്റെ കറ ഞാൻ പൊട്ടിക്കും. എടാ ഞാൻ അങ്ങോട്ട് വാട്ടറാ. നിന്റെ മുതലാളിനെ കൂട്ടിയിട്ട് കത്തിച്ച് അതിട്ട് പല്ല് കയറ്റി കളയും. നീ ആരാന്നാടാ നിന്റെ വിചാരം? ഞാൻ അങ്ങോട്ട്. ഹലോ 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 സാർ, കുഞ്ഞിക്കണ്ണനാണ്. ഞാൻ എങ്ങനെയാണ് സാർ സഹായിക്കേണ്ടത്? ദൈവത്തെ ഓർത്ത് നീ എന്നെ സഹായിക്കരുത്. അഥവാ സഹായിച്ച എന്റെ അമ്മച്ചി സത്യം ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. എന്റെ ദൈവമേ, രാവിലെ തന്നെ തെറിയാണല്ലോ. ഹലോ, ഞാൻ കുഞ്ഞിക്കണ്ണനാണ്. ഡെൽറ്റ കമ്പനിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എടാ കുഞ്ഞിക്കണ്ണ, നിന്റെ ഡെൽറ്റ അടിച്ചാൽ പുറകിലാക്കും ഞാൻ. സത്യം പറഞ്ഞേക്കാം ഞാൻ. എടാ നിന്റെ കമ്പനിയിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ലടോ. സാർ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല, സാറിന്റെ പ്രശ്നമാണ് സാർ. എന്റെയോ? അതെ സാർ, ഒരു ഇലക്ട്രോണിക് മെഷീനിൽ വെള്ളം ഒഴിച്ചാൽ അത് എങ്ങനെയാണ് സാർ വർക്കാവുന്നത്? ശരി, ഉദാഹരണത്തിന് സാറിന്റെ ടിവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കും, അത് വർക്ക് ചെയ്യുവോ? ഇല്ല. അപ്പൊ അത് ആരുടെ തെറ്റാണ്? എന്റെ തെറ്റ്. പിന്നെ എന്തിനാണ് സാർ എന്നെ തെറി പറയുന്നത്? സോറി ട്ടോ, എന്താ പേര് പറഞ്ഞേ? കുഞ്ഞിക്കണ്ണൻ. കണ്ണാ വെക്കട്ടെ. ഇവനൊരു കറകളഞ്ഞ മണ്ടനായതുകൊണ്ട് അവൻ വെച്ചിട്ട് പോയി. ഞാൻ ഇങ്ങനെ തെറിയൊക്കെ കേൾക്കാൻ കാര്യം ആരാ? ഞങ്ങളുടെ MD അനിൽകുമാർ സാർ. ദൈവമേ, ആ പാവപ്പെട്ട മനുഷ്യന്റെ തലയിൽ വെള്ളിടി വെട്ടി താഴെ കിടക്കുമ്പോ മൂർഖം പാമ്പ് വന്ന് അവന്റെ നാക്കാക്കെടുത്ത് പാണ്ടിലോറി കയറിപ്പോയാലും അവനൊന്നും പറ്റല്ലേ. അയ്യോ, അനിൽകുമാർ സാർ. കുഞ്ഞിക്കണ്ണ, എന്തോ? നീ എന്നെ ഇപ്പൊ പ്രാവിയായിരുന്നോ? ഇല്ലല്ലോ സാർ. CC ക്യാമറയ്ക്കകത്ത് മൈക്ക് വെച്ചേക്കുന്ന വലിക്കാനല്ല. ഇതന്നെ ബിഗ് ബോസ്. കുഞ്ഞിക്കണ്ണ, എന്തോ? 5 മിനിറ്റിനകത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ സാർ. ഉണരടി നീ ഉണരകിടത്തി പുറപ്പെട്ടമുദിക്കണമുണ്ടേ പണിയുണ്ടടി 100 മട്ടം എന്നാ പിടിതാക്കോൽ കൂട്ടം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സാർ. സ്റ്റാഫായ ഇങ്ങനെ വേണം. സ്റ്റാഫ് ആയാൽ ഇങ്ങനെ വേണം. നീ ദിവസം ഇത് ചെയ്താൽ എന്താ കുഴപ്പം? ദിവസം എങ്ങനെ തുപ്പി വെക്കണം? കുഞ്ഞിക്കണ്ണ, എന്തോ? അമേരിക്കൻ കമ്പനിക്ക് മെയിൽ അയച്ചോ? മെയിൽ അയച്ചല്ലോ സാർ. എപ്പോൾ? ഇന്നലെ തന്നെ മെയിൽ അയച്ചായിരുന്നു. അമേരിക്കൻ കമ്പനിക്ക് നീ മലയാളത്തിലാണോടാ മെയിൽ അയക്കുന്നത്? മലയാളത്തിലാണോ?
എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ തൊഴുകൈയോടെ ഒരു ഹാർട്ടും കൂടി ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ മറന്നുപോയടാ. നീയൊക്കെ കാരണം 10 ലക്ഷം രൂപയുടെ ലോസാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്, അറിയാമോ? എന്താടാ ഹാവു? കഴിഞ്ഞ വർഷം ഞാൻ കാരണം 50 ലക്ഷം രൂപയുടെ ലോസ് അല്ലേ ഉണ്ടായത്. അത് വെച്ച് നോക്കുമ്പോൾ 40 ലക്ഷം പ്രോഫിറ്റ് അല്ലേ സാർ? അയ്യോ, നിന്നെ പോലെ എടുത്ത മതിയല്ലോടാ ഞങ്ങളെ പോലുള്ളമാരെല്ലാം ലക്ഷപ്രഭുക്കളാകാൻ. സാർ അത് നല്ലതല്ലേ? ആ, പക്ഷെ അതിനുമ്പ് കോടീശ്വരന്മാരായിരിക്കണം. അവിടുന്നാണ് നീയൊക്കെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അത് ഓർക്കണം. കൃത്യമായ രീതിയിൽ നീ ജോലി ചെയ്യുന്ന വല്ല കുഴപ്പമുണ്ടാവും. നീ എപ്പോ വരുന്നു പോകുന്നറിയാൻ ഞാൻ ഐഡിയ ഉണ്ട്. നീ ഇതാ വെളിയിലോട്ട് നോക്കി, അത് കണ്ട? അതന്നെ സാർ, ആധുനിക കാൽക്കുലേറ്റർ ആണോ? ആധുനിക കാൽക്കുലേറ്റർ ഒന്നും അല്ലടാ. പിന്നെ എന്നാ അത്? അത് ബയോമെട്രിക് സെൻസർ ആണോ? ആ, നീ എപ്പോ വന്നു, നീ എപ്പോ പോയി, എപ്പോ വന്നു എപ്പോ പോയി കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാ. 6 ലക്ഷം രൂപയാ. സാർ എന്തൊരു മണ്ടനാ സാർ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂലോ ഞാൻ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് പോയെന്നൊക്കെ. ഈ സാമാനം കൊണ്ട് ഇവിടെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാറിനോട് എനിക്ക് 2 വർത്തമാനം പറയാനുണ്ട്. സാറേ, കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് 3000 രൂപ കുറവുണ്ടായിരുന്നു. PF-ന്റെ അടവാണോ? PF-ന്റെ അടവല്ല. പിന്നെ കഴിഞ്ഞ മാസം ഒരു 3-4 ദിവസം നീ വന്നില്ലായിരുന്നല്ലോ, പനിയാണെന്നുള്ള അടവ് വെച്ച്. ആ അടവാ. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് പോയി പറ. ഈ കമ്പനിയിൽ മെഡിക്കൽ ലീവ് ഇല്ലേ? ഉണ്ട്. പക്ഷെ മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് പോയിരുന്ന കടല കഴിക്കുന്നതല്ല മെഡിക്കൽ ലീവ്. അത് കണ്ടായിരുന്നാ? അപ്പൊ നീ പോയായിരുന്നല്ലേ? ഓസ്ട്രേലിയൻ കമ്പനിക്ക് ഇന്ന് തന്നെ ഒരു മെയിൽ അയക്കണം. മെയിൽ അയക്കാം സാർ. എന്തിനാ എന്നെ തല്ലിയത്? 2 ദിവസം ഞാൻ കാണില്ല, ഞാൻ ടൂറിലായിരിക്കും. അപ്പൊ നീ തെറ്റിക്കുമല്ലോ, അന്നേരം വന്ന് അടിക്കാൻ സമയം കാണത്തില്ല. തീർത്ത് അതങ്ങ് തീരുമല്ലോ. എടാ, നിനക്കറിയാവോ, ഞാനേ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്നതാണ്. നിനക്കറിയാമോ? ശൂന്യതയിൽ നിന്ന് ഇവിടെ വാ നിന്നെ മെയിൽ അയച്ചോണ്ടിരിക്കണം. ആ, ഞാൻ വളരെ ശൂന്യതയിൽ നിന്ന് വന്ന ഒരാളാണ്. നിങ്ങള് അതാണോ പറഞ്ഞത്? എൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. സത്യം പറഞ്ഞാ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനൊരു ദിവസം ഫീസ് തരാൻ വേണ്ടി കോളേജ് വന്നു. മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ കളിയാക്കിയപ്പോൾ സത്യം പറയാൻ നെഞ്ച് പിടച്ചു വിടാം. മുഷിഞ്ഞ നോട്ടെൻ്റെ കൈ വെച്ച് എന്നിട്ട് ഫീസ് അടയ്ക്കും മക്കളെ എന്ന് പറഞ്ഞ് പോയി. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛൻ മരിച്ചു പോയെന്ന് നീ എന്തിനാ സന്തോഷിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ അച്ഛനും മെയിൽ അയക്കണായിരുന്നു. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ ഇനി കമ്പനി ജോലി ചെയ്യുന്നില്ല. ഇവിടെ തനിക്കൊരു വിചാരമുണ്ട്, താൻ വലിയ യൂസഫലിയാണെന്ന്. എന്താ താനൊരു പുല്ലുമല്ല. ഇവിടെ OLX ഒരു ബെൻസ് മേടിച്ചിട്ട് അതിനകത്ത് തവള ഇരിക്കണ പോലെ ഇരുന്ന് വന്ന താൻ വലിയ ആളാവത്തില്ല. കുഞ്ഞിക്കണ്ണൻ എന്റെ വായിരിക്കണ തെറിയക്കല്. താൻ എന്നെ കുറിച്ച് എന്നോട് വിചാരിച്ചു. ഇവിടെ സാലറി ഇൻക്രിമെന്റ് താനോട് ചോദിച്ചപ്പോ താനോട് പറഞ്ഞ ഓവർ ടൈം വർക്ക് ഉണ്ടാക്കണത്. അങ്ങനെ ഓവർ ടൈം ഞാൻ വർക്ക് ഉണ്ടാക്കി എന്നോട് പറഞ്ഞ കുഞ്ഞിക്കണ്ണ നീ ഭയങ്കര ഓവറാത്. കുഞ്ഞിക്കണ്ണ, ഇന്നൊരു സ്റ്റാഫ് വരുന്നത് നിന്റെ അണ്ടറിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ അണ്ടറിൽ ഇടാൻ വന്നു കയറുന്ന ആരോടോ വള്ളി നിൽക്കണോ? ഞാൻ ഇപ്പൊ ഇവിടെ നടക്കും. എന്നിട്ട് ഞാനൊരു കമ്പനി തുറക്കും. ഞാൻ എന്റെ സ്റ്റാഫിനെ സ്നേഹിക്കും. എന്നിട്ട് സ്റ്റാഫ് ഇല്ലാതെ താഴെ എന്നെ ഇവിടെ കിടന്ന് പപ്പൊക്കെ കളിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുമോ? ഇന്നത്തെ രാജ്യത്ത് എന്തൊന്ന് പറയാൻ പറഞ്ഞു. മത്തങ്ങാത്തല എന്നാണോ? പോടാ, മത്തങ്ങാത്തലയാ പറയണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആരാത്? പെറ്റിനെറ്റോ. പെറ്റണേറ്റോ ആണോ? എന്നാ പോ. അവളുടെ പേരാണ് പെറ്റിനെറ്റോ. എന്തേ? അല്ലെങ്കിലും സാറിന്റെ അച്ഛന് മെയിലേക്കാൻ പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ കമ്പനിക്ക് ഞാൻ മെയിലേക്കാൻ പാടില്ലായിരുന്നു. ഞാൻ തെറ്റാണ് സാർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ല, നിനക്ക് ഇൻക്രിമെന്റ് എന്തോ കൂട്ടി വേണം. മാറിക്കങ്ങോട്ട്. ഇൻക്രിമെന്റിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് 15,000 രൂപ സാലറി ഉണ്ടല്ലോ. ഇനി മുതൽ 10,000 ഉള്ളു. എന്നാലും മതിയല്ലോ. ഈ കാലത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ 10,000 ധാരാളമാണല്ലോ. പക്ഷെ അതിനകത്ത് 5,000 രൂപ വീണ്ടും ഞാൻ പിടിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 5,000 ഫിക്സ്. ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചിന് നീ പോകാനല്ലേ പറഞ്ഞത്? സമ്മതിക്കല്ലോ. കൊച്ചിന് കാമുകനോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. 5,000 മുതലായി. ഞാൻ പോകുന്നില്ല സാർ. ഉദാഹരണത്തിന് സാറിന് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഈ പെറ്റിയെ തല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഒരാള് വേണ്ടേ? തല്ലാൻ ഒരാള് വേണ്ടേ? അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാമെന്ന്. പോകുന്നില്ല. ഷാളെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. പരിചയപ്പെട്ടോ? ഞാൻ കുഞ്ഞിക്കണ്ണൻ. ഹായ് കുഞ്ഞിക്കണ്ണ. ഞാൻ കാണും നേരം തൊട്ട് നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്, കാന്താരിൽ പൂവായാദ്യം തോന്നും പെണ്ണ്, അറിയാതെ അറിയാതെ സഖിയാം പെണ്ണ്, മഴവില്ലിൻ ചേരിൽ സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ട്, അതിലെന്നും എന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ട്, അവളില്ലെങ്കിൽ ഞാൻ കുഞ്ഞിക്കണ്ണ,
നീ ഇവിടുന്ന് പോകാൻ വന്നതല്ലയോ രാജിവെച്ച് പോകാൻ വന്നതല്ലയോ രാജിക്കത്തും തന്നതല്ലേ അവൻ രാജിക്കത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? ആണോ? ആ രാജിക്കത്തിന് എന്താ രാജിക്കത്ത് എഴുതുന്നത്? കുഞ്ഞിക്കണ്ണൻ വിട വാങ്ങുന്നു. കുഞ്ഞിക്കണ്ണൻ വിട വാങ്ങുന്നു. പക്ഷേ കുഞ്ഞിക്കണ്ണൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? ഇതാ കുഴപ്പം. യവനെ എനിക്ക് അറിയാവുന്നത് കൊണ്ടും യവൻ എന്തെഴുതുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുന്നത്. അപ്പോ കുട്ടി, ഞാൻ എന്റെ കമ്പനി ഒന്ന് പരിചയപ്പെടുത്താം. സാറിന്റെ കമ്പനിക്കാരൊക്കെ ഇതിന് എന്നെ പരിചയപ്പെടുത്തുന്നേ? ഞാൻ ഇന്ന് കൂറ്റുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കമ്പനിയുടെ ഡേറ്റാസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. അതെ. Delta International Company is an international company that associates with serving occupations and peoples and customers and accounting. Accounting is the art of recording, classifying, summarizing in terms of money, interpreting the results thereof. എന്തൊരു അറിവല്ലേ? ചെറിയ അറിവേ ഉള്ളു. ഇത് തന്നെ 2 വർഷം കാണാതെ പഠിച്ച് ഇമ്പോസിഷൻ പറഞ്ഞ് പഠിച്ചാ. ഇതിനിടെ എസ് എന്നെങ്ങാണ് മൂളിയിരുന്ന ആദ്യം മുതൽ വീണ്ടും തുടങ്ങും. ചെറിയ അറിയത്തുള്ളു. വേറെ ഒന്ന് ചോദിച്ചു നോക്കിയല്ലെങ്കിൽ. സാറേ, എനിക്ക് ഒരു സംശയങ്ങളുണ്ട്. എന്താ? അവിടെ ചോദിച്ചോളൂ. അതായത് സാറേ, ഞാനിപ്പോ രാവിലെയും വൈകിട്ട് പോയി വരേണ്ട സമയം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. വൈകുന്നേരം ഇവിടുന്ന് പോയല്ലേ രാവിലെ വരുന്ന സമയത്തിന്റെ കാര്യമുള്ളൂ. അയ്യോ, അപ്പൊ അത്രയും ജോലിയുണ്ടോ? ജോലി ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വിടത്തില്ല. നല്ല പണിയുണ്ട്, ഭയങ്കര പണിയാ. അല്ല സാറേ, പക്ഷെ CC ക്യാമറയുടെ താഴെ ഇരുന്നാ പണിയേണ്ടത്. 5 മണിക്ക് പൊക്കോ. താങ്ക് യു. പിന്നെ സാറേ, ഈ സാലറിയുടെ കാര്യം ഇനി മാത്രമേ ഉള്ളൂ. കട്ടിപ്പണിയായിരിക്കും, പക്ഷെ സാലറി അത് കൃത്യസമയത്ത് കിട്ടത്തില്ല. കിട്ടത്തില്ലേ? കിട്ടും. സാറിനറിയോ, ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ജോലിക്ക് വന്നേ. അപ്പൊ ഇത് വാടകയ്ക്ക് എടുത്താ? എന്നാ ഒരു കൗണ്ടറാ സാറേ, നല്ല ഫണ്ണിയാട്ടോ സാറ്. ഇതൊക്കെ പഴയ തമാശയാ. എങ്ങനെ പഴയ തമാശ? 2000 രൂപ കുറയ്ക്കും. പഴയ തമാശ പുതിയ രീതിയിൽ പറയണ ആളാ സാറ്. സാറേ, സാലറിക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ ജോലിക്ക് വന്നേ. കുട്ടി, അവിടെയാണ് പെറ്റി നെറ്റ്വർക്ക് തെറ്റിയത്. മാറിക്കോ. നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? സാലറി. നോ, ക്രെഡിറ്റ് കാർഡ്, അതും 2 എണ്ണം. എന്നിട്ട് ഈ പുല്ലടക്കാൻ വേണ്ടിട്ട് നമ്മൾ പണിയെടുക്കണം, അതും പട്ടിയെ പോലെ. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഷുവർ. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കമ്പനിയുടെ ഡാറ്റാസിനെ കുറിച്ച് ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഷുവർ സർ. കുഞ്ഞിക്കണ്ണ, മീറ്റിംഗ് വല്ലതാണോ സർ? യെസ്, മന്ത്ലി മീറ്റിംഗ്. ഓ, ഞാൻ വന്ന ദിവസം എന്തായാലും കൊള്ളാം. മന്തി മീറ്റിംഗ് എനിക്ക് പെരി പെരി മതിയേ. മന്തി ഈറ്റിംഗ് അല്ല, മന്ത്ലി മീറ്റിംഗ്. ഷുവർ സർ. ഇങ്ങ് വരൂ. ഇതെന്താണെന്ന് ഒന്ന് പറയാമോ? സാർ, സാറിന് അറിയാലോ, ഞാൻ തൊട്ട് മുന്നേ വർക്ക് ചെയ്തത് കാർബൺ എന്റർപ്രൈസസിലാണ് സാർ. കാർബൺ എന്റർപ്രൈസസ്? Yes, sir. അപ്പം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. ഷുവർ സാർ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തരരുത് സാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാർബൺ എന്റർപ്രൈസസിൽ HR ആയിരുന്നു. ഇത് സിമ്പിൾ ആണ് സാർ. അതായത് ആ കേവ് കണ്ടാൽ അറിയാം സാർ. കേവ് കണ്ടാൽ അറിയാം സാർ, അത് ശബരിമലയാണ് സാർ. പടിക്കെട്ട്. പടിക്കെട്ടിന്റെ ശബരിമല കർവില്ലേ? നീ എന്തിനാ ഗണിക്കുന്നേ? നിനക്കറിയാവോ? ഷാളെ, ഇതുപോലൊരു ഗ്രാഫ് സാർ ഞങ്ങളെ കാണിച്ചെങ്കിൽ യു ഹാവ് നോ ബ്രെയിൻ, ഐ എം കൺസേൺ. കുട്ടി പറഞ്ഞ പോലെ ശബരിമല ഒന്നുമല്ല സാർ. ഇത് X and Y ആക്സിസിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇത് വർഷത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ നോക്കൂ, അത് കയറി വന്ന പോയിന്റിനെ സൂചിപ്പിക്കുന്നു. കറക്റ്റ് സാർ? എക്സാക്ട്ലി. ഇത് ശബരിമലയല്ല സാർ, ഇത് പശ്ചിമഘട്ട മലനിരകൾ. കണ്ടോ സാറേ? പശ്ചിമഘട്ടോ? യെസ് സാർ. ഒന്ന് എക്സ്പ്ലെയിൻ. ഇവിടെ ഒരു ചെറിയ മരം നട്ടു, കണ്ടോ? അത് ഒന്നിലാണ് നിൽക്കുന്നത്. അതിങ്ങനെ വളർന്ന് 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 മലയായി രൂപാന്തരപ്പെട്ടു. പോരാത്തതിന് പച്ച കളറിലല്ലേ സാർ? ഞാനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. പശ്ചിമഘട്ടോടാ, ഒരു കോർപ്പറേറ്റ് കമ്പനി എടുത്ത് വന്നിട്ട് പശ്ചിമഘട്ടം വൃത്തിഘട്ടവന്മാര്. മാറ്റടാ. മാറ്റുമല്ലേ? ഇയാടെ കൈ കുരുവാണ്. മിസ് പെറ്റിനെറ്റോ? യെസ് സാർ. സാർ, ആദ്യം എനിക്കൊരു അമളി പറ്റിയെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണ് സാർ. അതായത് ക്രമീകരിച്ചിരിക്കുന്ന മുറിച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് ഇത് പിസ്സയാണ് സാർ. പിസ്സ? എന്താ നിന്റെ അഭിപ്രായം? ഷാളെ, അതിന് കുറവൊന്നുമില്ലല്ലോ സാർ. ഇത് ആ കുട്ടി പറഞ്ഞ പോലെ പിസയൊന്നും അല്ല സാർ. സാർ, ഇതൊരു വൃത്തത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, എനിക്ക് മനസ്സിലായി. ഇതിൽ ധാരാളം കളറുകൾ കാണുന്നുണ്ട്. കളറിനെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന ശതമാന കണക്കിലാണ്. ലോകത്ത് എല്ലായിടത്തും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് സാർ. ഞാൻ പറയട്ടെ, ഇതെന്താന്ന് പറയൂ. ശ്രീകണ്ഠൻ സാറിന്റെ സ്മാർട്ട് ഷോയിലെ ചക്രം. ഓരോ വൃത്തികെട്ടവന്മാര് വന്നിരിക്കുന്നു കോർപ്പറേറ്റ് ഓഫീസില്. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ചക്രം. ഇതിന് ഭേദം എന്റെ പിസയായിരുന്നു. എന്തിനാണ് നീയൊക്കെ ഇങ്ങോട്ട് വന്നത്? നെക്സ്റ്റ് ഷോ മീ. ഞാൻ തോറ്റ്. ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താ ഇത്? വല്ല സെയിൽസും ആയിരിക്കും.
സെയിൽസിന്റെ ഗ്രാഫാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? അപ്പൊ ബാക്കിയുള്ളതൊക്കെ നീ മനഃപൂർവ്വം കള്ളം പറഞ്ഞായിരുന്നു? ഇത് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാനിത് ഗവേഷണം ചെയ്യുകയും കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്കണ്ണേട്ടാ അപ്പൊ അതൊക്കെ അറിയായിരുന്നോ? ഓടി ഇവിടെ നിന്ന് ഇരുത്തി ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പച്ച കിറ്റാറ്റാന്ന്. എന്തായാലും കൺഗ്രാചുലേഷൻസ് കേട്ടോ. കുഞ്ഞിക്കണ്ണ എന്തോ ഫീമെയിലിനെ വിട്ടിട്ട് മെയിൽ അയക്കാൻ നോക്ക്. പോരാ ഈശ്വരാ കാത്തോളേ. എന്റെ ഫസ്റ്റ് വർക്കാ. അമ്മേ എന്ത് പറ്റി? ഡിലീറ്റ് ചെയ്യേക്ക്. ചേട്ടാ എന്തോ ഇവിടെ സ്ട്രെസ് ഉണ്ടോ? ഇവിടെ ഇല്ല, താഴത്തെ ഫ്ലോറിലുണ്ട്. എന്ത് ഡ്രസ്? എന്നാ ഒരു കോമഡിയാ, എനിക്ക് വയ്യ. എന്നെ കോമഡിയാ അത്? വേറെ സാധനം ഉണ്ടല്ലോ, പറഞ്ഞാട്ടെ. കാലിലിടാൻ ചെരുപ്പ്, തണുപ്പത്ത് വേണം പുതപ്പ്, നീ എന്റെ തെരുപ്പ്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് എന്നെ കൗണ്ടറാ. എന്നും വരാൻ തോന്നുക കുഞ്ഞിക്കണ്ണേട്ടനെ കാണാൻ. അമ്മേ എന്തുവാ? ഡിലീറ്റ് ഞെക്കി. അയ്യോ എന്റെ മൗസ് പാഡ് വർക്ക് ചെയ്യുന്നില്ല, എനിക്കൊരു മൗസ് തരൂ. മൗസ് തരാൻ ഞാൻ എന്താ ക്യാറ്റ? അയ്യോ പിന്നെ എനിക്ക് വയ്യത്. എന്നാ ചളിയത്? വേറെ സാധനം ഉണ്ടല്ലോ, കീബോർഡിലുണ്ട് കീ, ഡോറിലുണ്ട് കീ, നീ എന്റെ പൂക്കി. ഞാൻ നിന്നെ പൊക്കും. എനിക്കിഷ്ടമാണ്, ഐ ലവ് യു. ഇതാകുമ്പോ ജോലി സ്ഥലത്ത് വരാനെങ്കിലും ഒരു ത്വരയുണ്ടാകും. കുഞ്ഞിക്കണ്ണ മെയിൽ അയച്ചോടാ. അയക്കുവാ സാർ? അയക്കെന്ന് പറയുന്നല്ലാണ്ട് മെയിൽ അയക്കുന്നില്ലല്ലോ. പെട്ടെന്നാവട്ടെ. അമ്മേ എന്തുവാ? ഓസ്ട്രേലിയക്ക് പോകേണ്ടത് അമേരിക്കക്ക് പോയി. സാറേ ഒന്നുമില്ല. എനിക്കിഷ്ടമാണ്, ഐ ലവ് യു. ഏതോ വസന്തം വഴി തെറ്റി വന്നൻ ഉയിരിൽ ഇളതേ പൊഴിയേ. നീ ഇപ്പൊ വയലിൻ വായിച്ചോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. സാറേ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ തല ഇങ്ങനെ ചെയ്തില്ലേ? അപ്പൊ തോന്നിയതല്ല. അല്ല സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. താങ്ക് യു. അതെ സാർ, ഇത് ആക്ച്വലി ഇത് ഓസ്ട്രേലിയൻ കമ്പനിക്ക് പോകേണ്ടതാണ്. അപ്പൊ അതിനകത്ത് അതാ ഇവിടെ എങ്ങനെയുണ്ട്. കേട്ടാ പറ്റി, സാറ് നല്ല ടെൻഷനിലായിരിക്കും, ഞാൻ സഹായിക്കാം. ഷുവർ. എന്തിനൊരു ഓണറെ പോയി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതായതുണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ക്ലയന്റ് ആണ് കേട്ടോ. അത് നമ്മളത് കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യും. എനിക്കൊരു ടെൻഷനും ഇല്ല. ഇതിന് വർക്കൊക്കെ ഇവിടെ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ക്രമീകരിക്കുന്ന രീതിയിലനുസരിച്ച്. പെട്ടെണീറ്റില്ല സാർ. ഇവിടെ മാറിയിരിക്കും. യെസ് സാർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് തെറ്റിയാലും വേണ്ടിയില്ല, അവന്റെ അടുത്ത് പോവുകയോ വേണ്ട. നോ സാർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എങ്ങനെ? ഷുഗർ ഉണ്ടല്ലേ? എങ്ങനെ? കൈ വരയ്ക്കുന്നു. നീ വന്നേ, ഇവരോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ പെറ്റി, പെറ്റിയുടെ സങ്കല്പത്തിലെ പുരുഷൻ എങ്ങനെയാ? സങ്കല്പത്തിലെ പുരുഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മെച്ചൂരിറ്റി വേണം കേട്ടോ. മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രായം വേണം എന്നെക്കാളും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ മിമിക്രി ഒക്കെ ചെയ്യില്ലേ, ഇപ്പൊ മെയില് ഫീമെയിലിന്റെ സൗണ്ടിൽ പാടുകയൊക്കെ ചെയ്യില്ലേ, അതേപോലെയൊക്കെ ഉള്ള ഒരാളെ. ആണല്ലേ? അയ്യോ ഏകദേശം ഈ സാറെ പോലെയൊക്കെ നമ്മുടെ സാറെ പോലെയൊക്കെ ആയാല്. സാറെ പോലെയല്ലേ, സാറല്ലല്ലോ. അതെന്നറിയാമോ, നമ്മുടെ സാറിന് പെണ്ണുങ്ങളോടൊന്നും താല്പര്യമില്ല, ആണുങ്ങളോടും ഇല്ല. ആര് പറഞ്ഞു താല്പര്യമില്ലെന്ന്? എനിക്ക് താല്പര്യമുണ്ട്. എപ്പോ മുതല്? 1.5 വർഷം മുമ്പ് പോലും. 1.5 വർഷം ഇല്ലെന്നല്ലേ പറഞ്ഞു? നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കൊരു പെൺകൊച്ചിനെ ഇഷ്ടം. പോ സാറേ. ആണെന്ന്. ആര്? എന്നിട്ട് അവളെ അവക്ക് സാറിന് ഇഷ്ടമാണോ? ഇഷ്ടം. തെളിവുണ്ട്. ഞാൻ എൻ്റെ വിലയും നിലയും വിട്ട് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യേണ്ടത്? സാറേ, സാറിന്റെ ഉള്ളിലുള്ള പ്രേമം അത് അവളുടെ അടുത്ത് തുറന്ന് പറയണം. കുഴപ്പമില്ലല്ലേ? ഇല്ല. അതെങ്ങനെ പറയണം? ഒരു ഫ്ലവർ എടുത്ത് പറയണം. ഓക്കെ, ഞാൻ കാര്യം ചെയ്യാം. ഞാനിവിടെ നിന്ന് മാറി നിൽക്കാം. അതാ നല്ലത്. സാർ എന്നിട്ട് തുറന്നു പറഞ്ഞോ. തെളിവുണ്ടല്ലോ അല്ലേ? ഉണ്ടെന്ന്. സാറിന് ചായ വേണോ? എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ട് വരൂ.
എന്നാ ഞാൻ ചായ മേടിച്ചിട്ട് വരാം. കുട്ടി സാർ ഒരാവശ്യം വന്നാ പുല്ല് വരുത്തൂല. പെറ്റിനെറ്റോ, യെസ് സാർ. എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. സാറ് പറ സാർ. എല്ലാ പുഴകളും ഒഴുകി കടലിലേക്ക് ചെന്ന് ചേരുന്നു. മാറ്റണോ? സൂര്യൻ കടലിൽ ലയിച്ചു ചേരുന്നു. ഓ എന്റെ പ്രണയം ഞാൻ കുട്ടിക്ക് സമ്മാനിക്കുകയാണ്. വിൽ യു മാരി മീ? പാലത്തിനടി വന്ന് സരളയുടെ മോളാണെന്ന് വെച്ചാൽ താൻ അറിയില്ല. അയ്യോ അയ്യോ ഇയാള് മാനിനാന്ന് വിളിച്ചേർത്തു. അയാള് ചെയ്തത് അയാൾ എന്താ, അയാൾക്ക് മാന്യതയില്ല. പോട്ടെ പിറ്റേത് പോട്ടെ, അത് പോട്ടെ. അയാൾക്ക് സ്ത്രീകളോട് പെരുമാറിയില്ല. പോട്ടെ. കുഞ്ഞിക്കണ്ണേട്ട വന്നില്ലായിരുന്നല്ലോ നിങ്ങൾ കേക്ക് ഞാൻ ഇറക്കേനെ. കുഞ്ഞിക്കണ്ണന്റെ സോറി. ഞാൻ നിക്കത്തില്ല, ഞാനിവിടെ നിക്കത്തില്ല. എന്റെ മേക്കപ്പ് ഞാൻ നിക്കത്തില്ല. എന്താ ഉണ്ടായ ഇവിടെ? താൻ എന്തൊരു കാമപ്രാന്തനാണോ? കുഞ്ഞിക്കണ്ണ പോളോ, താനല്ലോ പറയുന്നത്. തന്നെ ഇഷ്ടമാണെന്നും തെളിവുണ്ടെന്നും ഒക്കെ. എടാ ഇഷ്ടമാണ്, എന്നിട്ടോ അതിന് തെളിവുണ്ട്. കാണിക്കണോ? കണ്ടോ, ഇത് കണ്ടോ, എന്റെ ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നത്. എടോ നനഞ്ഞ ചേമ്പേ, അത് ഞാൻ എഴുതിയതാണോ? നീ എഴുതിയതാണോ? അപ്പൊ നിനക്കെന്നോട് ഉണ്ടാക്കിയതല്ല, അവൾക്ക് എഴുതി കൊടുത്തതാ. നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ മാറുക? നിനക്ക് എന്ത് പറ്റി? എനിക്ക് വേൾഡ് കപ്പിൽ ഫസ്റ്റ് കിട്ടി. കുഞ്ഞിക്കണ്ണ ഈ കണ്ണം പോടോ. നല്ല നല്ല ഉഷാറ് കൈയടി. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല കോണ്ടന്റ് ആയിരുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ഐറ്റം നല്ലതായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു എന്താണ് ഒരു കോർപ്പറേറ്റ് ഓഫീസ്. അതെ തന്നെ. അങ്ങനെയുള്ള പുതുമകൾ തേടാനായിട്ടുള്ള നിങ്ങളുടെ ആ മനസ്സ് നല്ല മനസ്സാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. പിന്നെ ഇന്ന് അമലിന്റെ വിളയാട്ടമായിരുന്നു ഒന്നത്. രണ്ടാമത് മണിക്കുട്ടൻ ഈ വേദിയിൽ വെച്ച് ഏറ്റവും നല്ലൊരു അഭിനയമായിരുന്നു ഇന്ന് കാഴ്ചവെച്ച്. ഇതിനു മുമ്പ് ഇത്രയും നല്ല, അതായത് മണിക്കുട്ടനൊരു കളിയുടെ ഒരു സ്റ്റൈല് നമുക്കറിയാമല്ലോ, ഒന്ന് അഴിഞ്ഞാടി ഒന്ന് കളിക്കുന്നത്. അതൊന്ന് ഇവിടെ നമുക്ക് കിട്ടി. ഇതിനു മുമ്പ് ചെയ്തതിലൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അതങ്ങ് തെളിയിച്ചു. എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് തെളിയിച്ചു. അതാണ് സത്യം. മൂന്ന് പേരും ഗംഭീരമായിരുന്നു. ഇത് ഓരോരോ ടേണിംഗ് പോയിന്റുകളും ആ പ്രണയത്തോടുള്ള ഇഷ്ടവേ, പിന്നെ നിങ്ങളുണ്ടാക്കുന്ന ട്വിസ്റ്റുകളെ, ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ആ ഭാഗങ്ങളെ, പിന്നെ ഇത് നല്ല ഓഫീസാണോ അതോ ചള്ള ഓഫീസാണോ എന്ന് ഇതേവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതൊരു മിസ്റ്റഫെക്റ്റായിട്ട് കിടക്കണം. അതിങ്ങനെ കൺഫ്യൂഷൻ കിടക്കുകയാണ്. ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഓഫീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതൊന്നും നമുക്ക് മനസ്സിലേക്ക് കിട്ടിയില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മൂന്ന് പേരും മനോഹരമായിട്ട് ആ ഒരു ഓഫീസിൻ്റെ വർക്കൗട്ടുകൾ കറക്റ്റായിട്ട് ചെയ്തു. ഗംഭീര അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഒരു കോർപ്പറേറ്റ് കോമഡി എന്ന് പറയാൻ പറ്റും. ആ ഒരു സെഗ്മെന്റിൽ പെടുത്താൻ പറ്റുന്ന പുതിയ രീതിയിലുള്ള, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. കോസ്റ്റ്യൂമിൽ ഇപ്പൊ അമ്മല് അവിടെ താഴെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ടാഗാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ കോസ്റ്റ്യൂം ആരുടെ, അതുലിന്റെ, പിന്നെ മണിക്കുട്ടന്റെ ഹെഡായിട്ടുള്ള CEO ആണ് അതിന്റെ ഹെഡിന്റെ ഇത്, പിന്നെ HR എന്ന് പറയുന്ന വാക്കുകൾ, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ, മേക്കപ്പ്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു അതുല് വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് സിപ്പ് ചെയ്ത് കുടിക്കുന്നത്. അതല്ല, മിക്കവാറും നിനക്ക് തിരിച്ചു ആ ജോലി ഉണ്ടാവുക എല്ലാം. അതായത് അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം, അല്ലാതെ നിങ്ങൾ ആ ഒരു ടർഫിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അതേ ടർഫിൽ നിന്നിട്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കേവ് മറ്റേതൊക്കെ ഇല്ലേ, അത് അവിടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവും. അത് അസാധ്യമായ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ശരിക്കും നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അതെ, പക്ഷെ അത് അവതരിപ്പിക്കുമ്പോഴുള്ള രീതിയുണ്ട്. രണ്ടാമത് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആവർത്തന വിരസത ഇല്ലാണ്ടാണ് നിങ്ങൾ ഇത് അവതരിപ്പിച്ചത്. പിന്നെ അത് പശ്ചിമഘട്ടമാക്കി മാറ്റി. അങ്ങനെ ഓരോന്നും മാറ്റി ആരും അതെ ബ്രില്യൻ്റ് ആയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും സെൻസിബിൾ ആയിട്ട് തോന്നിയത്, സ്റ്റേജിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ കോ ആർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത്, കോ ആർട്ടിസ്റ്റിനെ. കാരണം മണിക്കുട്ടൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ക്ലൈമാക്സ് കറക്റ്റ് ആയില്ല, പഞ്ച് കിട്ടിയില്ല. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പില്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്ന കാര്യമാണിത് ബുദ്ധിയിൽ.
കാരണം അത് അല്ലാതെ അത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിട്ട് ആ സംഭവം നമുക്ക് കാണാം. അതെന്താ തെറ്റിയത് അങ്ങ് പോകുന്നില്ലായിരുന്നു, അവിടെ നിന്ന് പറഞ്ഞു അല്ല അത് പ്രേക്ഷകർ പോവുകയും ചെയ്തു. അല്ല അത് പ്രേക്ഷകരും കൂടി കാണട്ടെ. എന്താന്ന് അവരോട് അറിയണമല്ലോ. നിനക്ക് എന്ത് പറ്റി? എനിക്ക് വേൾഡ് കപ്പിൽ ഫസ്റ്റ് കിട്ടി. നീ കണ്ണൊക്കെ പോയല്ലോ ദൈവമേ. ഞാൻ പോവാ. ആ ക്ലൈമാക്സ് എങ്കിലും ഒന്ന് പഞ്ച് ചെയ്യണോ? ഒന്ന് പറഞ്ഞിട്ട് പോകും. എന്ന് പറഞ്ഞിട്ട് പോകും. ഒറ്റ സെക്കൻഡ്. നിനക്ക് എന്ത് പറ്റി? ഒറ്റ നിനക്ക് അവൾ പറഞ്ഞ അവിടെ നിന്നോ കുഞ്ഞിക്കണ്ണ ഈ കണ്ണിന്റെ ഓടോ. കണ്ടില്ലേ, അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യം. ഒരു റിഹേഴ്സ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ടില്ല. ക്രിക്കറ്റ് കളിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമല്ലേ, പെട്ടെന്ന് ആ തോന്നുന്ന രീതിയിലായിരിക്കും മൈൻഡ് ഗെയിം ആണ്. അപ്പൊ ഇതില് 3 പേരും 3 റേഞ്ചിലാണ്. അതുല്യ എന്നാക്കണം കേട്ടോ പേര്. അത്രയും ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു മണിക്കൂട്ടിനൊക്കെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങിയ അതുലിന് എന്താ CEO പുള്ളിയായിരിക്കും. അപ്പൊ ഇതാ ഞാൻ ഒന്നുമില്ല. CCTV ആയിക്കോളും. അതെ അതെ, എല്ലാം കൂടി ഒത്തുചേരുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴാണ്. മാജിക്കാണ് അത്. ആ ഒരു സ്ക്രിപ്റ്റിന്റെയും ആ ഒരു ദിവസത്തിന്റെയും ആ ഒരു ടൈമിങ്ങിലും സംഭവിക്കുന്ന ഒരു മാജിക്. അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല, അത് ഇന്ന് സംഭവിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കോട്ട. സ്പ്ലെൻഡിഡ്, സ്റ്റണ്ണിങ് ആൻഡ് ട്രെമൻഡസ് പെർഫോമൻസ്. ഒരു കോപ്പറേറ്റീവ് സ്കിറ്റ് കാണുമ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് വേർഡ് തന്നെ യൂസ് ചെയ്യണം അല്ലേ? അല്ല ചുമ്മാ അടിപൊളി ഗംഭീരം. ഡെൽറ്റ അസോസിയേറ്റ്സിന്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയരണം. അതെ, നിങ്ങളുടെ പ്ലേയിലെ സ്റ്റാൻഡേർഡ് എനിക്കും കിട്ടി. ഗംഭീര പെർഫോമൻസ്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, എടുത്തു പറയാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒന്ന്, അമൽ വന്നിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു ആൻസർ അങ്ങ് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അപ്പൊ ഈ കമ്പനിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി അങ്ങോട്ട് അതങ്ങ് പറഞ്ഞു. അത് ഗംഭീര സംഭവമായിരുന്നു. പഠിച്ചേക്കണെന്നാണ് കോളേജിൽ നീ പഠിച്ച അക്കൗണ്ട്സ് അല്ലേ? നീ BCom അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഓരോ കെട്ടിപ്പിടുത്തം, ഓരോ ഇത് വരുമ്പോൾ നിങ്ങളുടെ കെട്ടിപ്പിടുത്തം ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. പിന്നെ അതുപോലെ അതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ച് എവിടെ നിന്നോ പഠിച്ചിട്ട് വന്ന ഒരു സ്റ്റാഫാണെന്ന്. വന്ന് ഫസ്റ്റിൽ ആ ശബരിമലയുടെ സംഭവം പറയുന്നത് അല്ല, താമസിക്കുന്ന സ്ഥലം പറഞ്ഞല്ലോ. അതാ ഉമ്മ വെച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പൊ പറയും. അതെ, അതുപോലെ തന്നെ ഈ ഇദ്ദേഹം മെയിൽ അയച്ചത് ഡിലീറ്റ് അമ്മേ, അതിൻ്റെ ആ തലയെ പിടിച്ച സാധനം ഇല്ലേ ബ്രോ, അത് കിടിലം മാനേഴ്സും ആയിരുന്നു. പിന്നെ മണിക്കുട്ടൻ ചേട്ടാ, ഈ കോസ്റ്റ്യൂമിൽ മണിക്കുട്ടൻ അല്ലെങ്കിലും മണിക്കുട്ടൻ ചേട്ടാ സുന്ദരനാണ്. ആ പേര് വരെ തന്നെ സുന്ദരനാണ്. മണിക്കുട്ടനും കൂടി ചേരുന്നു. തിരിച്ചു പറയാൻ വേണ്ടി അവൻ പറഞ്ഞു വരുമ്പോ എന്തേലും അവിടെ നിന്ന് ഉണ്ടാവും അറിയാം. മണിക്കുട്ടൻ ദ ഹോൾ സ്ക്വയർ. ഈ കോസ്റ്റ്യൂമിൽ നല്ല രസമുണ്ട് ചേട്ടാ. ഡീസന്റ് സ്റ്റാൻഡേർഡ് ആ CEO ലുക്കുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി പറയാൻ നിന്നാൽ അത് ഒരുപാട് സമയം എടുക്കും. എനിവേ താങ്ക്സ് ലോട്ട്. ഗംഭീർ ആക്ട് ആയിരുന്നു കേട്ടോ. എല്ലാരും നല്ലത് പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് ഭാഷയിൽ തന്നെ പറയാം, ഇവർക്ക് ആരാണ് ആദ്യം? അത് ഞാൻ കൊടുക്കാം. നസീർക്ക, ഞാനൊരു 16,000 രൂപ കൊടുക്കാം. 16,000 രൂപ. ജിൻചേട്ടൻ, ഞാൻ ഒരു 15,000. അപ്പം 31,000 രൂപ ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്തോളൂ പ്ലീസ്. പ്ലീസ് ട്രാൻസ്ഫർ ചെയ്തോളൂ. 75,000 രൂപയുടെ CEO സംസാരിച്ചു കൊടുക്കണേ. നമുക്ക് ഗ്രേഡ് അനുസരിച്ച് പോവാം. പ്ലീസ് സാർ. വളരെ സന്തോഷം. എന്നാലും സന്തോഷത്തിനേക്കാൾ ഉപരി ആരായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച? ഞങ്ങള് എല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായി ശ്രമിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ വരുന്നത്, അതിലുമൊക്കെ ആയിട്ട്. അപ്പം നിലവിലുള്ള വ്യവസ്ഥയിൽ നിന്ന് മാറി ഒന്ന് ചിന്തിക്കാമെന്ന് കരുതി എല്ലാവരും ഒരുപോലെ പണിയെടുത്തു. അടിപൊളി. ഓക്കെ, പിന്നെ സിയോടെ ഏറ്റവും വിശ്വസ്തനായ സ്റ്റാഫ് അല്ലേ കുഞ്ഞിക്കണ്ണ? മെയിൽ കയ്യിൽ നിന്ന് പോയെങ്കിലും സ്കിറ്റ് അവിടെ കയ്യിൽ നിന്ന് പോയത്. അർജുൻ സാറിനോട് ആണ് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത്. കാര്യം എനിക്ക് മാത്രമാണ് ഇവിടെയുള്ള ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കാൻ ഈ ഫ്ലോറിൽ ചാൻസ് ലഭിച്ചത്. കുറേ പേരുടെ കൂടെ ഞാൻ, പിന്നെ അതിൻ്റെ കൂടെ അതിലെൻ്റെ സുഹൃത്താണ്. ഇനി ഇങ്ങനെ മാറ്റി ഇടണം, അങ്ങനെ ഹിന്റാണോ കൊടുത്തത്? അല്ല അമലെ, ഞാൻ ഒരു കാര്യം ചോദിട്ടെ. ഇപ്പൊ ക്ലൈമാക്സ് ഇപ്പൊ മണിക്കുട്ടൻ തെറ്റിപ്പോയി, പക്ഷെ അത് ആ സമയത്ത്
എടോ ആ ക്ലൈമാക്സ് ഒന്ന് പറയടോ പഞ്ചാക്കടോ എടോ എന്ന് അങ്ങനെ വിളിച്ചല്ലോ. അല്ല അത് ആ സമയത്ത് മണിക്കുട്ടനോട് സീനിയോറിറ്റിയുടെ ഒരു ബഹുമാനം ഉണ്ടാവും എന്ന ക്യാരക്ടർ കളയാനും പറ്റില്ല. അത് ആ സമയത്ത് എങ്ങനെ ആ ചിന്ത എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് അത് ഞങ്ങൾ നേരത്തെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സ്കിറ്റിനകത്ത് ഇത് തന്നെയായിരുന്നു മൊത്തം. ആ ടൈപ്പ് ചെയ്യുമ്പോ ഡിലീറ്റ് എന്നൊക്കെ പ്രശ്നം അപ്പൊ ഇട്ടാണോ അതോ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു? നേരത്തെ ഞാൻ ചെയ്തതാ, ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത്. അതിലെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കോമഡി കാണുമ്പോൾ ഞാൻ മണിക്കൂട്ടൻ ചേട്ടനോടും പറഞ്ഞു, ചേട്ടൻ്റെ ഒക്കെ സ്കിറ്റ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ആ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് സ്കിറ്റ് കളിക്കാൻ പറ്റില്ല, എനിക്ക് വലിയ സന്തോഷം. പിന്നെ ഞാനും അമലും നമ്മൾ അറിയെങ്കിലും ഞങ്ങൾ ഇതുവരെ സ്കിറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ അതും വലിയൊരു സന്തോഷം. അമലിന്റെ കൂടെ സ്കിറ്റ് ചെയ്യാൻ പറ്റി, അപ്പൊ അത് വലിയൊരു സന്തോഷം. അതിലെ പിന്നെ ഐറ്റം വേറെ ഒക്കെ വിട്ട് കോമഡി സ്കിറ്റ് ഒക്കെ വിട്ട് പുറത്തേക്ക് പോകണമെന്ന് അറിഞ്ഞല്ലോ. എവിടേക്കാ? എനിക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിസ പ്രൊസീജിയർ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് കിട്ടിയ എനിക്ക് പോകണമെന്നുണ്ട്, കാരണം അതിന് വേണ്ടി വീട്ടുകാരായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു പോയി. അപ്പൊ അതാണ് എനിക്ക് വലിയ സങ്കടമുണ്ട് ഇവിടുന്ന് പോകുന്നതിന്. പക്ഷെ ഓൾറെഡി തീരുമാനിച്ചുകൊണ്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഇനി അടുത്തൊരു ഉഗ്രൻ സ്കിറ്റുമായിട്ട് അടുത്തതിൽ വായോ. അപ്പം എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. കോമഡി ഐറ്റം വേറെ തന്നെ ഒരു ഐറ്റം. ഒരു കീഴിൽ അസാധ്യമായിട്ട് പാടുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പാടുന്ന പാട്ടുകളൊക്കെ വൈറലായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആളുടെ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് കണ്ടാലോ? വീഡിയോ പ്ലീസ്. ഒരുപാട് സംസാരിക്കാതെ ഇങ്ങോട്ട് വിളിക്കുക. അതെ, നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറിലേക്ക് ലെറ്റ്സ് വെൽക്കം ധൻസി സുബൈർ. എവിടെയാണ് സ്വദേശം? സ്വദേശം തൃശ്ശൂരാണ്. കല്യാണം കഴിഞ്ഞ കുട്ടികളോടൊക്കെ പെൺകുട്ടികളോട് എവിടെയാണ് നാടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 2 നാടാ. ജനിച്ചു വളർന്ന നാട് അത് തൃശ്ശൂര്, കല്യാണം കഴിച്ചിരിക്കുന്നത് എടവനക്കാട് എറണാകുളത്താണ്, ഇപ്പൊ താമസിക്കുന്നത് കാക്കനാട്. കാക്കനാട് അടിപൊളി. എന്തായാലും എറണാകുളം തന്നെയാണ് ഇപ്പൊ. അതെ അതെ. ഇതിനു മുമ്പ് ഏതെങ്കിലും ഷോയ്ക്ക് പാടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഒരു 5 മാസമായി. അപ്പോൾ അവിടെ ഒരു ഗസലിന്റെ ബാൻഡ് ചെയ്തിരുന്നു. ഷോസ് വരുമ്പോ ഇടയ്ക്ക് പാടാറുണ്ട്. അപ്പൊ ശരിക്കും ഇമ്പോർട്ട് ചെയ്തേക്കാണ്. നമ്മളിവിടെ നിന്ന് നല്ല ഗുണമുള്ള കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഏറ്റവും ഗുണമുള്ള ആള് നമുക്ക് ഇങ്ങോട്ട് നാട് അത്ര ഇഷ്ടമായോണ്ട് വന്നതാ. ആണോ? ഇനി ധൻസി അല്ല, ധൻസിയുടെ പാട്ടാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഏതാ പാടുന്നേ? നമുക്ക് പാട്ടിൽ ഈ പാട്ട്, ശ്രേയ ഘോഷലിന്റെ പാട്ടിൽ ഈ പാട്ട്. അപ്പൊ ഒരു പാലക്കാട് നല്ല കഴിവട്ടെ. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും വീണും കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ, എന്നെഞ്ചിലൂറും ഈ
പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു രാപ്പാടി പാടും വീണു കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി അടിപൊളി. അല്ല, ഒരു കാരണവശാലും അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നത് നന്നായി. കാര്യം ഇത് ഇന്ത്യക്കും കേരളത്തിനും വേണ്ട ഒരു സിംഗറാണ്. നല്ല മനോഹരമായിട്ട് പാടി. നല്ല ശബ്ദം, നല്ല ശബ്ദം. ഇടയ്ക്ക് ഒറിജിനൽ കേൾക്കുന്ന പോലെ ഇരുന്നു. ടിനിച്ചേട്ടാ, സംഗീതത്തിന്റെ മൂർത്തി പ്ലീസ്. അല്ല, ഇതില് ഒരു പറ്റിക്കല് നടക്കൂല ഈ പാട്ടില്. കാരണം വോക്കൽ ആണ് മുകളിൽ കിടക്കുന്നത്, മറ്റേ ബാക്കിൽ പിച്ചിങ് മാത്രമേ ഉള്ളേ. അതെ, അതുകൊണ്ട് ഭയങ്കര റിസ്ക് ഉള്ളതാണ്. ഒരു ഇത്തിരി നോട്ട്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ തകിടം മറിഞ്ഞു. അത് ശരിക്കും ഒരു പാട്ടുകാരിയുടെ ആ ക്വാളിറ്റിയും ആ ഒരു ഇത് അറിയാൻ പറ്റുന്നൊരു പാട്ടാണത്. പിന്നെ ആ വോയിസിന് നല്ല പവർ ഉണ്ട്, വോക്കൽ പവർ എന്ന് പറഞ്ഞിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള വോയിസ്. സന്തോഷം. ഈ പോയതിൽ പറയുന്ന പോലെ അവൻ ശബ്ദമൊക്കെ മാറ്റിയിട്ട് ഈ ദാസേട്ടന്റെ നല്ല സംഗീതം കേൾക്കുമ്പോൾ അറിയാതെ നമ്മളിൽ നിന്നല്ലേ ലയിച്ചു പോവും. വളരെ ഈസി ആയിട്ട് ധൻസി ഈ പാട്ട് പാടി. കാരണം ഇത് അത്ര എളുപ്പമല്ല ഈ പാട്ട്. അപ്പോൾ എനിക്കറിയേണ്ടത് ആരാണ് നിങ്ങളുടെ മനസ്സിൽ വീണുടഞ്ഞ ആ സൂര്യൻ, ആ വീണെരിഞ്ഞ അതായത് ഹസ്ബൻഡിൻ്റെയും കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ. നെഞ്ചിലെരിഞ്ഞ ആള് ഇന്ന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ട് വീട്ടിലാണ്. ജിമ്മിൽ പോയതാണ്. രാവിലെ വരാൻ എല്ലാരും കൂടി റെഡി ആയതാണ്. എനിക്ക് 3 മക്കളാണ്. ഹസ്ബൻഡിന്റെ പേര് സുബൈർ. അതാണ് ധൻസി സുബൈറിലെ സുബൈറാണ്. മക്കള് 3 പേര്. അവര് ഇവിടെ സ്കൂളിൽ പഠിക്കുകയാണ്, കാക്കനാട്. ഇസാദനീൻ, ഇൻഷാദനീൻ, ഇലാനാദനീൻ. പെൺകുട്ടികളാണ് 3 പെൺകുട്ടികളാണ്. അപ്പൊ അടുത്ത പാട്ട് കേൾക്കല്ലേ? അടുത്ത പാട്ട് ഏതാ? നമുക്ക് ഇത്തിരി വിഷമത്തിലേക്ക് പോവാട്ടോ. പാതിരാമഴയത് നമ്മുടെ ഫേവറേറ്റ് സോങ് ആണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇത് ടിനിച്ചേട്ടന് വേണ്ടി സ്പെഷ്യലി നമ്മൾ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യും. ചേട്ടാ, ഞാൻ ഫീമെയിൽ വേർഷൻ കേൾക്കണ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും മെയിൽ വേർഷൻ ആയിട്ട് കേൾക്കാറുള്ളത്. അല്ല, ഒന്നും പറയാനില്ല, ഡിപ്രഷനായി പോവും കേൾക്കുമ്പോ. അത് ശരിക്കൊരു
സൈക്കാട്രിക് സോങ് ആണിത്. അത് അത്രയും ടച്ച് ചെയ്ത് അത്രയും ഇതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത് കണ്ടില്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളായിരിക്കും നമ്മൾ ഹോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ല, നമുക്ക് അങ്ങനെ കണക്ട് ആവുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ, ആർക്കെങ്കിലും ഒരു പാട്ടുണ്ടാവും. ഒന്നാദ്യം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും, ഊട്ടിലേക്ക് കൊണ്ടുപോകും. അതെ അതെ, അത്ര ഫീഡ്ബാക്ക് ആണ് അതിന്റെ പുറകിൽ. ഓർക്കസ്ട്രേഷൻ ഒക്കെ അതേപോലെ ഔസേപ്പച്ചൻ സാർ ആയതുകൊണ്ട് വയലിൻസും. ഇതിപ്പം ടിനിച്ചേട്ടന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഈ തൃശ്ശൂരല്ല, ഈ തൃശ്ശൂരുകാരിയെ നമ്മൾ മലയാളി പ്രേക്ഷകർ എടുക്കുകയാണ് കേട്ടോ. സന്തോഷം, താങ്ക് യു. പിന്നെ ഓസ്ട്രേലിയയിലായിരുന്നു. അതെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ അവിടെ? ഞാൻ കർണാടക ആദ്യം പഠിച്ചിരുന്നത്. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഹിന്ദുസ്ഥാനിയാണ്. നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് പഠിക്കുകയായിരുന്നു. എറണാകുളത്തെ രഘുറാം സാറായിരുന്നു 6 വർഷമായിട്ട് ഗുരു. ഒരു 5 വർഷമായിട്ട് രണ്ടാമതൊരു ഗുരു ബേണി സാർ, ബേണി ഇഗ്നേഷ്യസ്, ബേണി സാർ. എൻ്റെ അമ്മയുടെ അനിയന്മാരാണ്. അത് ശരി. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പൊതുവെ റീൽസ് കാണുമ്പോഴത്തേന് അവർ ആ സമയത്ത് റീലിൽ പാടിയത് ഓക്കെ, പക്ഷെ ലൈവ് വരുമ്പോൾ എവിടെയൊക്കെ ചില മിസ്സിങ് വരാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ധൻസിയുടെ ആ റീലിൽ പാടിയതിനെ അത്രയ്ക്ക് മനോഹരം, അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് ലൈവ് പെർഫോമൻസ് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. അല്ല, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ്, റെക്കോർഡിംഗ് മാത്രമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പേടിയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ ടെലിവിഷനിൽ അതിന് മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. അല്ല, അവിടെ വന്നിട്ട് എന്തെങ്കിലും ഫ്രൈറ്റ് തോന്നുന്നുണ്ടോ? പേടിയുണ്ടോ? ജീവയ്ക്ക് പേടിയുണ്ടോ? ജീവക്ക് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ട്. ഈ പാട്ടിന്റെ മേഖലയിൽ എന്താണ് ധൻസിക്ക് എന്തെങ്കിലും സ്വപ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ പാട്ടുകാരെ പോലെ പ്ലേ ബാക്ക് സിംഗിങ് താല്പര്യമുണ്ട്. ഹസ്ബൻഡ് സപ്പോർട്ട് എങ്ങനെയാണെന്ന്? അത് ആളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് കുട്ടികളെ സൈഡിൽ മാറ്റി നിർത്തി ആ സമയത്ത് പാടാനോ ജോലി ചെയ്യാനായാൽ പോലും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ ഫുൾ ടൈം ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തിൽ വീണു പോകില്ല. ആ വീണു പോവാതെ നിൽക്കുന്നത് രണ്ടുപേരും ഒരേപോലെ താങ്ങി നിർത്തുന്നു. അല്ല, നീ എങ്ങനെയായിരിക്കും കല്യാണം കഴിച്ച ഒരു സിംഗർ ആണെങ്കിൽ വിടുവോ പാടാനായിട്ട്? ഞാൻ എന്തിനു റെഡിയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി, നിങ്ങൾ പാടാനാ എന്ത് വേണമെങ്കിലും വെക്കോ, കല്യാണം കഴിച്ചാൽ. വീട്ടിലാരെങ്കിലും, ധൻസിയുടെ വീട്ടിലാരെങ്കിലും ഇങ്ങനെ പാട്ട് പാടുന്ന മേഖലയിലുള്ള പാട്ട് പാടുന്ന ആൾക്കാരാണോ? എൻ്റെ ഉമ്മച്ചിയുടെ അമ്മയുടെ വീട്ടുകാരെല്ലാവരും കല്യാണത്തിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ആഘോഷമാണ്. അപ്പൊ ഈ മൈലാഞ്ചിരാവ് അത് ചെറുതിലേ തൊട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും വിളിക്കില്ല, കാരണം ഞങ്ങൾക്ക് തന്നെ മൈക്ക് മാറി മാറി പാടാനുള്ള. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറയാം. നേരത്തെ പറഞ്ഞ പോലെ കല്യാണ രാവിന്റെ അന്ന് ഈ പറഞ്ഞ പോലെ കുടുംബമായിട്ടൊരു കൂട്ടൊരു പാട്ട് അവരെല്ലാരും വിളിച്ചൊരു ദിവസം വാ, ഞാൻ കുടുംബമായിട്ടൊരു പെർഫോമൻസ് കാണാം. എല്ലാരും വന്ന് ഒരു റൗണ്ട് പാട്ടൊക്കെ പാടി കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് വരുമ്പോ പലഹാരമൊക്കെ ആയിട്ട് വരാൻ പറയാം. കല്യാണത്തലേന്നല്ലേ? കല്യാണത്തലേന്ന് ആരുടെ ചെക്കനുണ്ടല്ലോ ഇവിടെ. നമുക്കൊരു കല്യാണ പന്തൽ അടുത്ത ദിവസം ഒരുക്കിയേക്കാം. എല്ലാരുമായിട്ട് പറഞ്ഞോട്ടാ. ഇപ്പൊ ഇത് എന്റെ ഉത്തരവാദിത്തം പോലായി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഈ ടാലന്റ് ഇപ്പൊ നമ്മുടെ ഷോ ആദ്യമായിട്ടാണ് ഷോയിൽ വരുന്നത്. അത് നമ്മുടെ ഷോ ആയതിൽ ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷം. അപ്പം എത്രയും പെട്ടെന്ന് ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഞങ്ങൾക്കും പറയാമല്ലോ, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ വളർത്തി വിട്ട കുട്ടിയാ എന്ന് പറയാമല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനിയും കുടുംബമായിട്ട് വരണം. ഓക്കെ, ധൻസിക്ക് ഒരു നല്ല കൈഡി കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. മണിക്കൂടെ കുറച്ച് ദിവസത്തിന് ശേഷം വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആ ഒരു US-ൽ നിന്ന് വന്ന ഒരു ആ ഒരു ക്ഷീണത്തിൽ ജെറ്റ് എല്ലാം മാറി എനിക്ക് ഇവിടെ വന്നപ്പോ ഞാൻ ഫ്രഷ് ആയി ഒരുപാട് ചിരിച്ചു. ഇപ്പൊ പകലല്ലേ അവിടെ? ഇപ്പൊ ഏതാണ്ട് പകല് പോലെയാണ്. തിരിച്ച് നമ്മുടെ ഒരു ടൈമിലേക്ക് വരച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അതൊക്കെ മാറി. ചിരിച്ചേട്ടൻ്റെ എല്ലാം അടിപൊളി തെറ്റല്ലേ? US-ന്റെ കാറ്റടിക്കുന്നുണ്ട്, വിഷയമൊന്നുമില്ലല്ലോ. ഇല്ല പിന്നെ അസുഖം നമ്മളിവിടെ സ്ഥിരം ആൾക്കാരല്ലേ ആണല്ലോ. പിന്നെ നമ്മുടെ പാലക്കാടുകാർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ വന്നത്. ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരും അവിടുത്തെ ചെറുതുകളൊക്കെയാണ്. അതിലൊരാൾ മാത്രമേ ഉള്ളൂ ചിരിക്കാൻ, ഞാൻ ബാക്കി എല്ലാവരും ചിരിച്ചു. ഓട്ടോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കെന്നാ പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.